ചൈന പോലുള്ള രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയിൽ മുന്നേറുമ്പോൾ ഇന്ത്യ ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് പറയുകയാണ്. ഇതേ ജോൺ ബ്രിട്ടാസ് ആണ് മകളുടെ കല്യാണത്തിന് ഒരു പള്ളി പോയിരിക്കുന്ന വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് മുഴുവൻ സാങ്കേതിക വിദ്യ നിലനിൽക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഇടത് MP പള്ളിയിൽ പോയിട്ട് മോളുടെ കല്യാണം നടത്തി പള്ളിക്കകത്തിരിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കാലത്ത് മതപരമായി കല്യാണം നടത്തി മോളെ കല്യാണം നടത്തി വിട്ട ഒരാളിരുന്നിട്ടാണ് കുംഭമേളയൊക്കെ വിമർശിക്കുന്നത്. എനിക്ക് ഈ ഫേക്ക് ആയിട്ടുള്ള മതേതരന്മാരെ എനിക്കിഷ്ടമല്ല. അത്യാവശ്യം മഹാബോർ കലാപരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മതത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും മതപരമായ വിശ്വാസമെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ള ആൾക്കാരുടെ വെറുതെ പോയി ചൊറിയാനും നിൽക്കും. ഈ കുംഭമേളയെ തമ്മിൽ എന്തിനാണ് കണക്ട് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഏതെല്ലാം രീതിയിൽ മുന്നേറുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഫണ്ട് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ISRO എന്ന് പറയുന്നത് ഇതുപോലെ കുംഭമേളകളും ഇതുള്ള മതപരമായ ആചാരങ്ങളൊക്കെ നടക്കുമ്പോഴാണല്ലോ ISRO ഈ നേട്ടങ്ങളെല്ലാം കൊയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കുംഭമേളയെ സാങ്കേതിക വിദ്യയും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരാൾക്ക് മതപരമായ വിശ്വാസമാകാം അല്ലേ. ജോൺ ബ്രിട്ടാസിന് മോളെ കല്യാണം കഴിപ്പിക്കാൻ പള്ളിയിൽ കൊണ്ടുപോകാമെങ്കിൽ കുംഭമേളയ്ക്ക് എന്തുകൊണ്ട് ഒരാൾക്ക് പോയിക്കൂടാ? അവർക്ക് അവിടെ മുങ്ങി കുളിച്ചൂടാ? അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇതിനകത്തേക്ക് എന്തിനാണ് മറ്റൊരാൾ കൈ കടത്തുന്നത്? അങ്ങനെ കൈ കടത്തുന്നതിൻ്റെ പേരല്ല മതേതരത്വം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഗണപതി മിത്താണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന സ്പീക്കർ നമ്മൾ കണ്ടു. ഇതേ സ്പീക്കറിനോട് സ്വന്തം മതത്തെ മിത്താണോ എന്ന് ചോദിച്ചാൽ സ്പീക്കർ ചിരിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അതും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ സ്വന്തം മതപരമായ വിശ്വാസത്തിൽ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള മതങ്ങളെയോ അവരുടെ വിശ്വാസങ്ങൾ അവഹേളിക്കാൻ പോകാതിരിക്കുക എന്നുള്ളത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിനെ പലപ്പോഴും പല ആൾക്കാരും വലിയൊരു സംഭവം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നേക്കാം. എനിക്ക് പണ്ടൊക്കെ നമ്മുടെ രഞ്ജിൻ പണിക്കർ സിനിമയ്ക്കകത്ത് ഒരു മാധ്യമ പ്രവർത്തകനെ പുള്ളിക്കാൻ എപ്പോഴും കാണിക്കും. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രജ പോലുള്ള സിനിമകളിലൊക്കെ മാധ്യമപ്രവർത്തകരെ കാണിക്കാറുണ്ട്. ഇതുപോലൊരു മാധ്യമപ്രവർത്തകനായിട്ട് എനിക്ക് ഈ ജോൺ ബ്രിട്ടാസിനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഈ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് തന്നെ ജസ്റ്റ് ഒരു ബിസിനസ്സാണ്. അതിൽ കൂടുതൽ വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്യരുത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ ഇവർക്ക് രാഷ്ട്രീയമുണ്ട്, ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യമാണ്, TRP നോക്കണം, ബിസിനസ് നോക്കണം, പരസ്യങ്ങൾ കിട്ടണം, അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ. ഇതിനപ്പുറത്തേക്ക് എന്താണ് ഇവർക്ക് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ. പണ്ടൊക്കെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ചരിത്രം ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലത്തെല്ലാം ചുമ്മാ MP സ്ഥാനത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കുറേ കലാപരിപാടിയാണ്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാനും ഒക്കെ വേണ്ടി കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ല. പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം തന്നെ കേൾക്കണം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നാണക്കേട് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പുള്ളിക്കാരൻ. പേനയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. അതിൽ കൂടുതലൊന്നുമില്ല. ഇനി ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ ഈ കുംഭമേളയെ ബന്ധപ്പെട്ട് ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. 40 കോടിയോളം മനുഷ്യരാണ് കുംഭമേളയ്ക്ക് വരുന്നത്. 7000 കോടിയാണ് ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേളയ്ക്ക് വേണ്ടി ചെലവഴിച്ചതെന്നുള്ളതാണ്. ഈ കുംഭമേളയ്ക്ക് വരുന്നവരെല്ലാം സംഘികളാണെന്നുള്ള രീതിയിലൊരു പ്രചരണം കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുംഭമേളയ്ക്കൊന്നും പോയിട്ടില്ല ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ശബരിമല അമ്പലമുണ്ട്. ശബരിമല അമ്പലം പോലെ തന്നെയാണ് കുംഭമേളയുടെ പരിപാടി നടക്കുന്നത് നോർത്തിൽ. ശബരിമല അമ്പലത്തിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ വരാൻ നേരത്ത് കേരള സ്റ്റേറ്റിന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടാറുണ്ട്. പമ്പയിൽ നിന്നൊക്കെ ബസ് കയറി പോകുന്ന നേരത്ത് നല്ല പേയ്മെൻറ്റ് കിട്ടും. ബസ്സിൽ നിന്നുള്ള പേയ്മെൻറ്റ് KSRTCക്ക് കിട്ടും. അതുപോലെ കുറേ വരുമാനങ്ങൾ കിട്ടും. ഇത്ര ആൾക്കാർ വരാൻ നേരത്ത് നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ റൂം റെൻറ്റിന് എടുക്കാൻ നേരത്തൊക്കെ പേയ്മെൻറ്റ് കിട്ടും. ഇത്ര ഒരു അയ്യപ്പം വന്നിട്ട് 1000 രൂപ കേരളത്തിൽ ചിലവാക്കുകയാണെന്നെങ്കിൽ കേരളത്തിന് അത് ബെനിഫിറ്റാണ്. ഇതുപോലെ തന്നെയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാർ പറയുന്ന കാര്യമുണ്ട്. കുംഭമേളയ്ക്ക് പോകുന്നതെല്ലാം സംഘികളാണെന്നൊക്കെ പറയും. ഹിന്ദുക്കളെല്ലാം പിടിച്ച് എന്തിനാണ് നിങ്ങൾ സംഘികളാക്കുന്നത്? ഇതിപ്പോൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഹിന്ദുക്കളെ എല്ലാം പിടിച്ച് ഇവിടെ ആൾക്കാർ സംഘിയാക്കാൻ. അതിൻ്റെ ഒരു കാര്യമില്ല. കുംഭമേളയ്ക്ക് പോകുന്നവരെല്ലാം സംഘികളൊന്നുമല്ല. 40 കോടിയോളം ഹിന്ദുക്കൾ വരും എന്നുള്ളതാണ് പറയുന്നത്. വിശ്വാസപ്രകാരമാണ് അവർ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് അവരുടെ വിശ്വാസം കോമഡി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ വിശ്വാസം ഹിന്ദുക്കൾക്കും കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ആചാരം കാണാൻ അവർ മറയുന്നത് തന്നെയാണ് പറയുന്നത്. പബ്ലിക്കായിട്ട് പറയാതിരിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. അത്രയേ ഉള്ളൂ ഇപ്പം ചെയ്യുന്നത്. ഇതിനകത്തൊരു പറയുന്നതെന്ന് വെച്ചാൽ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമം പ്രതീക്ഷിക്കുന്നത് മൊത്തം 40 കോടി പേരെ. അതായത് US-ലെയും റഷ്യയിലും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ. 45 ദിവസത്തെ ആഘോഷം. ചിലവ് ഏകദേശം 7000 കോടി. മഹാകുംഭമേള നഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കി 10,000 ഏക്കർ ഉത്തർപ്രദേശ് പ്രയാഗ്രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 7000 കോടിയാണ് സർക്കാരിൻ്റെ ചിലവ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഹിന്ദുക്കളുടെ ഒരു പരിപാടിക്ക് വേണ്ടി സർക്കാർ 7000 കോടി രൂപ ചിലവാക്കുക എന്നൊക്കെ ചോദിക്കും. ഇതിനകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ ഇതിനകത്ത് മാതൃഭൂമി പറയുന്നുണ്ട്. ഇതൊന്നുമല്ല. ഇതിനകത്ത് എങ്ങനെയാണ് ഉത്തർപ്രദേശ് സർക്കാരിന് തിരിച്ച് വരുമാനം കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ ആയിരിക്കുന്നത്. 7000 കോടി രൂപ ചിലവാക്കിയിട്ട് ഉത്തർപ്രദേശ് സർക്കാരിന് എങ്ങനെ വരുമാനം കിട്ടുന്നുള്ളത്. മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിയെടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ്.
ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളാവുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തെ കാര്യമായിരിക്കും പറയുന്നത്. 1 കോടിയോളം തീർത്ഥാടകരെ ഉൾക്കൊള്ളുത്താൻ പറ്റുന്നുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാർക്കിംഗ് ഏരിയ മാത്രം 1750 ഹെക്ടറാണ്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന 40 കോടി ജനങ്ങളിൽ ഓരോരുത്തരും 5000 രൂപ വെച്ച് ചെലവഴിച്ചാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുക ആകെ വരുമാനം 2 ലക്ഷം കോടി രൂപയായിരിക്കും. ഒരാൾ കുംഭമേളയ്ക്ക് വരുന്ന ഒരാൾ, രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദു മതവിശ്വാസിയായിട്ട് ഒരാൾ കുംഭമേള നടക്കുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ കുംഭമേളയ്ക്ക് പോകാൻ നേരത്ത് പലരും അയോധ്യയിൽ പോവും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഒരാൾ 5000 രൂപ ചിലവാക്കിയാൽ പോലും ആ സ്റ്റേറ്റിന് 2 ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രേഡേഴ്സിൻ്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം, വെള്ളം, ബിസ്ക്കറ്റ്, ജ്യൂസ്, മെയിൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്നു തന്നെ ഏകദേശം 20,000 കോടി വരുമാനം ലഭിക്കും. എണ്ണവിളക്കുകൾ, ഗംഗാജലം, വിഗ്രഹങ്ങൾ, ചന്ദനത്തിരി, മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധന വസ്തുക്കളും ഉൾപ്പെടെ വിഭാഗത്തിൽ നിന്നും 20,000 കോടി രൂപയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക അന്തർ സംസ്ഥാന യാത്രകൾ, ടാക്സുകൾ, ചരക്ക് ഗതാഗതം എന്നിങ്ങനെ 10,000 കോടി രൂപ. പിന്നെ അതുപോലെ തന്നെ ഈ അവരുടെ ആയുർവേദ മരുന്നുകൾ, അതുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഈ 2 ലക്ഷം കോടി രൂപയോളം വരുമാനം ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുംഭമേള. ഇതുപോലൊരു കാര്യത്തിനെയൊക്കെയാണ് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് വിമർശിക്കുന്നത്. ഈ AI സാങ്കേതിക വിദ്യയും ആയി ബന്ധപ്പെട്ട് പറയാൻ നേരത്ത് നമ്മൾ ആലോചിക്കുക, ഈ ജോൺ ബ്രിട്ടാസിൻ്റെ പാർട്ടിയൊക്കെ ഈ നമ്മളിപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഏത് കാലത്ത് വരണ്ടേന്നറിയോ? അന്നേരം ഇവർ പറമ്പിനപ്പുറത്ത് പശുവിനെ കെട്ടാൻ പറ്റത്തില്ല, കമ്പ്യൂട്ടർ വരാൻ നേരത്ത് ഇതിൻ്റെ പേരിൽ ബഹളം വെച്ച ടീമൊക്കെയാണ് AI സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞ് പാർലമെൻറ്റിൽ പോയി ബഹളം വെക്കുന്നത്. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരാൻ നേരത്ത് അത് മുടക്കി കുറേ കൊടിയും പിടിച്ച് അതിൻ്റെ മുമ്പിൽ പോയിരുന്ന് സമരം ചെയ്ത് എല്ലാം പൂട്ടിച്ച ടീമാണ് ഇങ്ങനെ ഇരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം പോട്ടെ, നമ്മളിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തരത്തിൽ ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ പോയിട്ട് ആ മുനമ്പത്തെ മനുഷ്യരെ പറ്റി എന്താ സംസാരിക്കാത്തത്? ഇവിടെ പലരും ഉഡായിപ്പ് പരിപാടിയാണ് കാണിക്കുന്നത്. ഈ മുനമ്പത്ത് കുറച്ച് പള്ളിയിലച്ചന്മാരും അവിടെയുള്ള മനുഷ്യന്മാരും എല്ലാം കൂടി നിരാഹാരം കിടക്കുകയാണ് മുനമ്പം വഖഫ് വിഷയത്തിൽ. ഇവർക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസ് എവിടെയെങ്കിലും സംസാരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടോ? പാർലമെൻറ്റിൽ ജോൺ ബ്രിട്ടാസ് എന്താ സംസാരിക്കാത്തത്? അപ്പോൾ കേരളത്തിലെ മൈനോറിറ്റി ആരാണ്? ന്യൂനപക്ഷമാരാണ്, ക്രിസ്ത്യൻസാണ്. അവർ വളരെ ചെറിയൊരു വിഭാഗമാണ്. ആ വിഭാഗത്തിലെ കുറച്ച് മനുഷ്യർ 600ഓളം കുടുംബം മുനമ്പത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് മിണ്ടാത്തത്? ഇവിടെ കുറച്ച് ആൾക്കാരുടെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ കേരളത്തിലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരെ എല്ലാവർക്കും എന്തും പറയാം. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ മതേതരമാകും. മനസ്സിലായില്ലേ? സ്വന്തം മതവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയില്ല. ഇപ്പോൾ ഈ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു മുസ്ലിയാർ കേരളത്തിൽ ഇരുന്ന് പറഞ്ഞു, സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇടകലർന്ന് നിന്ന് എക്സസൈസ് ചെയ്യരുത്. ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണല്ലോ, പുള്ളി MP ആണ്. എവിടെയെങ്കിലും വാവർന്ന് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ കുറേ കണ്ണടക്കലും വെറുതെ കുംഭമേളയിൽ പോയി ചൊറിയുക. കുംഭമേള എന്ന് പറയുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽ പെടുന്ന രാജ്യത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ വിശ്വാസപ്രകാരം, ഈ രാജ്യത്ത് തന്നെ സ്വാതന്ത്ര്യമില്ലേ? ഈ രാജ്യത്ത് മതം വിശ്വസിക്കാൻ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഉണ്ട്. ഹിന്ദുക്കൾക്കും ഉണ്ട്, ക്രിസ്ത്യൻസിനും ഉണ്ട്, മുസ്ലിംസിനും ഉണ്ട്. അപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രം ഒരു അവകാശമില്ല, ബാക്കി എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് പറയുന്നതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. വിമർശിക്കുകയാണെങ്കിൽ എല്ലാവരെയും വിമർശിക്കണം, അല്ലേ? വിമർശിക്കുവാണ്. ഇപ്പം ഒരു മതത്തിൻ്റെ ഗണപതി മിത്താണെന്ന് പറയുന്നു, അപ്പം തന്നെ പറയണം എൻ്റെ മതത്തിലെ ദൈവം മിത്താണ്. എൻ്റെ മതത്തിലെ ദൈവം മിത്താണെന്ന് പറയാനും വയ്യ, വല്ലവൻ്റെ മതത്തിൻ്റെ കാര്യങ്ങളിൽ കയറിയിട്ട് അതൊക്കെ മിത്താണെന്നും പറയുക. സ്വന്തം മകളുടെ കല്യാണം പള്ളി കൊണ്ട് നടത്തുകയും ചെയ്തു, എന്നിട്ട് മഹാകുംഭമേളയെ പറ്റി പറയുകയാണ്. അത് ഈ രാജ്യത്ത് ചൈന സാങ്കേതിക വിദ്യയിൽ നിൽക്കുന്നു, കുംഭമേള ഇന്ത്യക്കാർ മുങ്ങിക്കുളിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്ത് കാര്യമാണ്? ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഈ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അത് ചർച്ച ചെയ്യേണ്ട ഒരു ഇഷ്യൂ ഈ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതേസമയം മുഖ്യമന്ത്രി എന്താ പറയാത്ത, പള്ളികളിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ? അവിടെ വിവേചനമില്ലേ? അതിനെപ്പറ്റി സംസാരിക്കണ്ടേ? അപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആചാരത്തെപ്പറ്റി സംസാരിക്കുക, ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ ദൈവങ്ങളെപ്പറ്റി പറയുക, അല്ലെങ്കിൽ അവരുടെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയാം. അതേസമയം ഓപ്പോസിറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ അവർ നിശബ്ദരാകുക. ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു ഫേക്കായിട്ടുള്ള കലാപരിപാടി എന്ന് പറയുമ്പോൾ സ്വന്തം മതത്തിലുള്ള എല്ലാ കലാപരിപാടിയും ചെയ്തിട്ട് മോടെ കല്യാണം കൊണ്ടുപോയിട്ട് പള്ളിയിൽ നടത്തി, എന്നിട്ട് പറയുന്നത് മഹാകുംഭമേള എന്നൊക്കെ പറയുകയാണ്. ഈ സാങ്കേതികത നിലനിൽക്കുന്ന സമയത്ത് തന്നെയല്ലേ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP മോടെ കല്യാണം കൊണ്ടുപോയി പള്ളിയിൽ നടത്തിയത്? അപ്പോൾ അവിടെ വിശ്വാസമാകുകയല്ലേ? അതിനൊരു കുഴപ്പമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള
കള്ള മതേതരം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, എനിക്കത് മാത്രമേ പറയാവുള്ളൂ. ഇതുപോലുള്ള കള്ളത്തരങ്ങൾ നമുക്ക് ജസ്റ്റ് ചർച്ച ചെയ്ത് വിടാം. കുംഭമേള നടത്തുന്നത് ഇപ്പോൾ ശബരിമല തീർത്ഥാടനമായാലും കുംഭമേളയായാലും ക്രിസ്ത്യൻ പള്ളിയിലെ പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം മതപരമായിട്ടുള്ള പരിപാടിയൊക്കെ ആണെങ്കിലും സ്റ്റേറ്റ് വ്യക്തമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഖജനാവിലേക്ക് പണം എത്തിക്കാൻ പറ്റും. അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. കുംഭമേളയ്ക്ക് 7000 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും ചിലവാകുന്നുണ്ടെങ്കിൽ 2 ലക്ഷം കോടി രൂപയാണ് തിരിച്ച് ഖജനാവിലേക്ക് കയറുന്നത്. അത് നല്ല രീതിയിൽ സർക്കാർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ശബരിമലയിൽ ഉപയോഗിക്കണം സർക്കാർ, അത് നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, അതിൻ്റെ പരിസരങ്ങളിൽ ഉപയോഗിക്കണം സർക്കാർ അത് യൂസ് ചെയ്യണം, വരുമാനം ഉണ്ടാക്കണം. പിന്നെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരുടെയും മതത്തിൽ പോയി ചൊറിയാൻ നിൽക്കുന്നതല്ല മതേതരത്വം എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കിയിടുക. സ്വന്തം മതത്തിൽ തിരുത്തുകൾ പറയുന്നതിനോടൊപ്പം മറ്റു മതങ്ങളിലും തിരുത്തലുകൾ പറയണം. മറ്റൊരു മതത്തെ ആക്ഷേപിക്കുക എന്നുള്ളതല്ല മതേതരത്വം എന്ന് പറയുന്നത്. 2 ഭാഗത്തും ഒരുപോലെ. മിത്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മിത്താണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. സിമ്പിൾ.